ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. വാഴയ്ക്ക കൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. ഒരിക്കൽ നിങ്ങൾ ഈ കറി ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാട്ടോ ഇത്. അതിനായിട്ട് 2 വാഴയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇതിന് പേയങ്കാന്ന് കേട്ടോ പറയുന്നത്. ഇത് ഈ രീതിയിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു 10-12 മിനിറ്റ് തിളപ്പിച്ച് ആ വാഴയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 75% മാത്രം ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇത് ഇനിയും കുക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോഴേ വെന്ത് പോയാൽ പിന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അതങ്ങ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു 75% മാത്രം വെന്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. ഇതിനി ഒന്ന് തണുത്ത് വന്ന ശേഷം നമുക്കിതിൻ്റെ തോട് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇതിന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ പൾസിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്യാം. മിക്സിയിലിടുന്ന സമയത്ത് അതങ്ങ് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിവിടെ എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി പാൻ എടുത്താലും മതിയാകും. 1.5 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടുകും ചേർത്ത് ഉഴുന്നൊക്കെ ചുമന്ന് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ വറ്റമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 10-12 ചെറുള്ളി നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താണ് അതുകൂടി ചേർക്കാം. ചെറുള്ളി തന്നെ ചേർക്കാം. ചെറുള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാകും. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി ചേർത്താലും മതിയാകും. ഇതിനി ഒന്ന് വഴറ്റി ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി തളിച്ച് ഒന്ന് ഇളക്കി ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ജീരകം ചതച്ചതാണ് അതുകൂടി ചേർക്കാം. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ചെറുള്ളിയുടെയും കായുടെയും കൂടെ ആ ടേസ്റ്റ് ചേർന്ന് വരുമ്പോൾ ഒരു അപാര രുചിയാണ്. കായ ഇഷ്ടമില്ലാത്തവർ പോലും നന്നായിട്ട് ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.